ഈ വീഡിയോ സീരീസിൽ നമ്മൾ സെൽഫ് റിലയൻറ്റ് ഇന്ത്യ അഥവാ ആത്മനിർഭർ ഭാരത് എന്ന സ്കീമിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോസിലായിട്ട് ഇൻട്രൊഡക്ഷനും ഫസ്റ്റും സെക്കൻഡും തേർഡും ട്രാഞ്ചേഴ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഫോർത്ത് ട്രാഞ്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഫോർത്ത് ട്രാഞ്ച് ഡീൽസ് വിത്ത് സ്ട്രക്ചറൽ റിഫോംസ് ഇൻ സെക്ടേഴ്സ് സച്ച് ആസ് കോൾ, മിനറൽ, സിവിൽ ഏവിയേഷൻ, ഡിഫൻസ് തുടങ്ങിയ കോൾ, മിനറൽ, സിവിൽ ഏവിയേഷൻ, ഡിഫൻസ് തുടങ്ങിയ സെക്ടറുകളിലുള്ള സ്ട്രക്ചറൽ റിഫോംസിനെ പറ്റിയാണ് റിഫോംസാണ് ഫോർത്ത് ട്രാഞ്ചയിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് കോൾ സെക്ടർ എന്ന് തുടങ്ങാം. കോൾ സെക്ടറിൽ കാലങ്ങളായിട്ടുള്ള മാറ്റങ്ങളിലൂടെ നമുക്ക് പോവാം. ഓക്കെ, കോൾ സെക്ടറിൽ ഇതുവരെയുള്ള മാറ്റങ്ങളാണ്. അപ്പം കോൾ സെക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ 1973 കോൾ സെക്ടറിനെ നാഷണലൈസ് ചെയ്തു. ഓക്കെ, 1973 കോൾ സെക്ടറിനെ നാഷണലൈസ് ചെയ്തു. അപ്പോൾ അതിനുശേഷം കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ കീഴിലായിരുന്നു കോൾ സെക്ടർ മുഴുവൻ. അപ്പോൾ ഒരു മൊണോപ്പൊളി ആയിരുന്നു മൊത്തം. അപ്പോൾ കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ കീഴിലാണ് 1973 നാഷണലൈസേഷന് ശേഷമുള്ള കോൾ ബ്ലോക്സ് മുഴുവൻ. ഓക്കെ, അതോടെ തന്നെ ക്യാപ്റ്റീവ് കോൾ മൈൻ ബ്ലോക്സ് അലോ ചെയ്തിരുന്നു വിത്ത് എൻഡ് യൂസ് റിസ്ട്രിക്ഷൻ. അപ്പോൾ എന്താണ് ക്യാപ്റ്റീവ് കോൾ മൈൻ ബ്ലോക്സ്? അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് കോൾ മൈനിങ് നടത്താം. പക്ഷെ അങ്ങനെ കോൾ മൈനിങ് നടത്തിയാൽ അത് മാർക്കറ്റിൽ സെല് ചെയ്യാൻ പറ്റില്ല. ആ കമ്പനിയുടെ റോ മെറ്റീരിയൽസ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ റിസ്ട്രിക്ഷൻസ് വെച്ചിട്ട് ക്യാപ്റ്റീവ് കോൾ മൈനിങ് അലോ ചെയ്തിരുന്നു. ബാക്കിയെല്ലാം കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ മോണോപ്പൊളി ആയിരുന്നു. ഇതാണ് 1973. പിന്നെ ഒരു മാറ്റം വരുന്നത് 2018 അപ്പോൾ 2018 വരെ അധികം റിഫോംസ് ഒന്നും കോൾ സെക്ടറിൽ നടത്തിയിട്ടില്ല. ഒക്ടോബർ 2018 ഈ ക്യാപ്റ്റീവ് കോൾ മൈനിങ്ങിൽ റിസ്ട്രിക്ഷൻസിൽ കുറച്ച് ഈസ് കൊണ്ടുവന്നു. അതായത് ഇത്രയും കാലം ഈ ഒരു കോള് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റില്ല എന്നായിരുന്നു, റൈറ്റ്? എൻഡ് യൂസ് റിസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ 25% വേണമെങ്കിൽ മാർക്കറ്റിൽ സെല് ചെയ്യാം. ഫെബ്രുവരി 2018 വേറൊരു മാറ്റം വന്നിരുന്നു. അതായത് ഇന്ത്യൻ പ്രൈവറ്റ് എൻറ്റിറ്റീസിന് ഇനി കോള് മൈൻ ചെയ്യാം. ഓക്കെ, ഫെബ്രുവരി 2018 ഇന്ത്യൻ പ്രൈവറ്റ് എൻറ്റിറ്റീസിന് കോള് മൈൻ ചെയ്യണം. അപ്പോൾ അത്രയും കാലം ഉണ്ടായിരുന്നൊരു മൊണോപ്പൊളി, അതായത് കോൾ ഇന്ത്യ ലിമിറ്റഡ് ഉണ്ടായിരുന്നൊരു മൊണോപ്പൊളി അവിടെ നഷ്ടപ്പെട്ടു. പിന്നെ ഓഗസ്റ്റ് 2019 100% FDI അലോ ചെയ്തു. ഓക്കെ, ഇത്രയും കാലം ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇനി മുതൽ ഓഗസ്റ്റ് 2019 മുതൽ കോൾ മൈനിങ്ങിലും കോൾ ഇൻഫ്രാസ്ട്രക്ചറിലും ഒരു 100% FDI അലോ ചെയ്തു, റൈറ്റ്? ഫെബ്രുവരി 2019 ഈ ക്യാപ്റ്റീവ് കോൾ മൈനിങ് എന്നൊരു സംഭവം എൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതോടെ ഈ ക്യാപ്റ്റീവ് കോൾ മൈനിങ് എന്നൊരു സാധനം എൻഡ് ചെയ്തു. ഇതാണ് ഇതുവരെയുള്ള കോൾ സെക്ടറിലുള്ള റിഫോംസ്. പുതിയ അനൗൺസ്മെൻ്റ് അനുസരിച്ചിട്ട് പറയുന്നത് വെച്ചാൽ എൻട്രി നോംസ് കുറച്ചും കൂടെ ലിബറലൈസ് ചെയ്യും. അതായത് മാർക്കറ്റിലേക്ക് പുതിയൊരു കോൾ മൈനർ വരികയാണെങ്കിൽ, പ്രൈവറ്റ് എൻറ്റിറ്റി വരികയാണെങ്കിൽ അതിൽ കുറേ ലിബറലൈസേഷൻ കുറച്ചും കൂടെ ലിബറലാക്കും. ഓക്കെ, എൻട്രി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതോടൊപ്പം തന്നെ കോൾ ഗ്യാസിഫിക്കേഷനും ലിക്വിഫാക്ഷനും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലിയാണ്. അതിൽ ഇൻസെൻറ്റിവൈസ് ചെയ്യും. അപ്പോൾ അതൊരു എക്കണോമിക് ഇമ്പാക്റ്റും നല്ലപോലെ കുറയ്ക്കും. ഇതാണ് ആത്മനിർഭർ ഭാരതിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ ഇൻ കോൾ സെക്ടർ. അടുത്തത് നമുക്ക് വരാനുള്ളത് ഡിഫൻസ് സെക്ടറിലേക്കാണ്. ഓക്കെ, ഡിഫൻസ് സെക്ടറിൽ വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഓർഡിനൻസ് ഫാക്ടറി ബോർഡിനെ കോർപ്പറൈസ് ചെയ്യാം എന്ന ഒരു പുതിയൊരു സംഭവമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഓർഡിനൻസ് ഫാക്ടറി. ഓർഡിനൻസ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു 50-ലധികം ഓർഡിനൻസ് ഫാക്ടറി ഉണ്ട്. ഇവരാണ് ആർമിയിലേക്കും എല്ലാ ഡിഫൻസ് സെക്ടറിലേക്കുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരാണ്. ഓക്കെ, കുറേ എക്യുപ്മെൻറ്റ്സും എല്ലാം ഉണ്ടാക്കുന്ന ഈ 50+ ഓർഡിനൻസ് ഫാക്ടറീസാണ്. ഓക്കെ, അപ്പം 2000 വന്ന നായർ കമ്മിറ്റിയും 2005 വന്ന കേൾക്കാർ കമ്മിറ്റിയും സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഈ ഓർഡിനൻസ് ഫാക്ടറി ബോർഡ് കോർപ്പറൈസ് ചെയ്യുക എന്നുള്ളത്. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ FDI നോംസ് കുറച്ചും കൂടെ ലിബറലൈസ് ചെയ്യും. അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചും കൂടെ ഇൻവൈറ്റ് ചെയ്യാനുള്ളൊരു മൂവ്. അതായത് ഇത്രയും കാലം 49% ആയിരുന്നു ലിമിറ്റ്, അതെന്തായി 74% ആയി. ഓക്കെ, അപ്പം FDI കുറച്ചും കൂടെ വരുത്താനുള്ള ഒരു നീക്കം. പിന്നെ ഉള്ളത് ചില സെർട്ടൈൻ ഇമ്പോർട്ടൻറ്റ് വെപ്പൺസിനെ ബാൻ ചെയ്യും. ഓക്കെ, പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് ചില വെപ്പൺസിൻ്റെ ഇമ്പോർട്ട് ബാൻ ചെയ്യും.
അതിൻ്റെ ഗുണം ഇറ്റ് വിൽ ബൂസ്റ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ആത്മനിർഭർ ഭാരത് അഥവാ വോക്കൽ ഫോർ ലോക്കൽ എല്ലാം തന്നെയാണ് നമ്മുടെ സെൽഫ് സഫിഷ്യൻസി കൂട്ടുക. ഇപ്പോൾ ഇന്ത്യ ഇപ്പം കുറേയൊക്കെ പുറത്തുനിന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈവൻ ഇൻ മിലിറ്ററി ഓൾസോ. അപ്പം ഡിഫൻസ് സെക്ടറിലേക്ക് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ചില വെപ്പൺസിൻ്റെ ഇമ്പോർട്ട് ബാൻ ചെയ്യും. ഇത്രയാണ് ഡിഫൻസ് സെക്ടറിൽ. നമ്മൾ സിവിൽ ഏവിയേഷൻ സെക്ടറിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കറൻ്റ്ലി ഇപ്പോൾ 60% ഇന്ത്യൻ എയർ സ്പേസ് മാത്രമേ പാസഞ്ചർ എയർക്രാഫ്റ്റിന് അവൈലബിൾ ഉള്ളൂ. ഓക്കെ, അതായത് മൊത്തം ഇന്ത്യയുടെ 60% മാത്രമാണ് എയർ സ്പേസ് പാസഞ്ചർ എയർക്രാഫ്റ്റ്സിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി മൊത്തം കൺട്രോൾ ചെയ്യുന്നത് മിലിറ്ററിയാണ്. ഓക്കെ, അപ്പോൾ ഈ 60% യൂസ് ചെയ്യണമെങ്കിൽ കുറേ റിസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ റിസ്ട്രിക്ഷൻസൊക്കെ ഈസി ചെയ്യും. കാരണം സിവിലിയൻ ഫ്ലൈറ്റ്സ് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആക്കാൻ. റൈറ്റ്, ഇപ്പോൾ 60% എന്നൊരു ഗ്യാപ്പ് ഉണ്ട്. 60% ഗ്യാപ്പിൽ നിന്ന് മേലോട്ട് കുറച്ചും കൂടെ കൂട്ടുമ്പോൾ സിവിലിയൻ ഫ്ലൈറ്റ്സ് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആകും. വേറൊരു മാറ്റം എന്ന് പറഞ്ഞാൽ 6 എയർപോർട്ട്സ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയെ ഭാവിയിലേക്ക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസും റിപ്പയറിനും ഒക്കെയുള്ള ഒരു ഗ്ലോബൽ ഹബ്ബാക്കാനുള്ള ഒരു റോഡ് മാപ്പ് സെറ്റാണ്. ഓക്കെ, ഇതൊക്കെയാണ് സിവിൽ ഏവിയേഷൻ സെക്ടറിലുള്ള ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരതിലുള്ള പോയിൻറ്റ്സ്. അടുത്തത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ പ്രൈവറ്റ് സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് സ്കീം എന്നൊരു സംഭവമുള്ളത്. ഓക്കെ, ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് സ്കീം എന്ന് പറഞ്ഞാൽ ചില പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പ്രോജക്ട്സ് അത് എക്കണോമിക്കലി ഡിസൈറബിൾ ആയിരിക്കും, പക്ഷേ ഫിനാൻഷ്യലി അൺവയബിൾ ആയിരിക്കും. ഓക്കെ, എക്കണോമിക്കലി ഡിസൈറബിൾ ആയിരിക്കും, ബട്ട് ഫിനാൻഷ്യലി അൺവയബിൾ ആയിരിക്കും. അങ്ങനെയുള്ള പ്രോജക്ട്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്കീമാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് സ്കീം. അപ്പോൾ ഈ സ്കീം അനുസരിച്ചിട്ട് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് 20% ഗ്രാൻഡ് കൊടുക്കും ടു ദ പ്രൊജക്ട് കോസ്റ്റ്. അപ്പം ഇതാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് സ്കീം. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് 20% ഗ്രാൻഡ് കൊടുക്കും. അപ്പം ആത്മനിർഭർ ഭാരത് പ്രകാരം ഈ 20% 30% ആയിട്ട് കൂട്ടി. റൈറ്റ്, അപ്പോൾ ഒരു ഇൻക്രീസ്, ഗവൺമെൻറ് ഒരു ഇൻക്രീസ് കൊടുത്തു ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റിന്. ഇതാണ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യാനാണ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ. ഞാനത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്പേസ് സെക്ടറാണ്. സ്പേസ് സെക്ടർ ഇപ്പോൾ ഇമ്പോർട്ടൻസ് ആണ്, കാരണം ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ന്യൂസൊക്കെ ഫോളോ ചെയ്താൽ സ്പേസ് എക്സിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം സ്പേസ് എക്സിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലായത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ് അല്ലേ. നാസ പോലെയുള്ള ഒരു ഗവൺമെൻറ് എൻറ്റിറ്റി അല്ല, ഇറ്റ്സ് എ പ്രൈവറ്റ് കമ്പനി. അപ്പം അങ്ങനെ ഒരു പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ പ്രൈവറ്റ് കമ്പനീനെ നമുക്ക് സ്പേസ് ആക്ടിവിറ്റിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. റൈറ്റ്, അപ്പം ഗവൺമെൻറ്റിൻ്റെ പുതിയ പ്ലാൻ എന്താ വെച്ചാൽ ഈ പ്രൈവറ്റ് സെക്ടേഴ്സിനെ ISRO ഫെസിലിറ്റീസും ബാക്കിയുള്ള കാര്യങ്ങളും യൂസ് ചെയ്യാനുള്ള അലോ ചെയ്യും. റൈറ്റ്, അതായത് പ്രൈവറ്റ് സെക്ടേഴ്സിനെ ISROൻ്റെ ഫെസിലിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും. അതാണ് സ്പേസ് സെക്ടറിൽ ഇന്ത്യയുടെ സ്പേസ് സെക്ടർ ആത്മനിർഭർ ഭാരതിലുള്ള മാറ്റങ്ങൾ. ഇതോടെ 4th ട്രാഞ്ച് കഴിഞ്ഞു. നെക്സ്റ്റ് 5th ട്രാഞ്ചാണ്. 5th ട്രാഞ്ചിൽ വി വിൽ ഡീൽ വിത്ത് റിഫോംസ് ഇൻ എംപ്ലോയ്മെൻറ്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് എക്സെട്ര.